വിങ്ങുന്ന മനസ്സോടെ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്ന അബ്ദുൾ റഹീമിന്റെ പ്രതികരണമാരായാൻ TV ചാനലുകൾ പോലും പോയില്ല. ആ മുഖത്തെ വേദന അത്രത്തോളമായിരുന്നു. എന്തെങ്കിലും ചോദിച്ച് ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ ചാനലുകൾക്ക് പോലും മടി. വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ അബ്ദുൾ റഹീം എന്ത് ചെയ്യണമെന്നറിയാതെ കാറിനരികിലേക്ക് നടന്നു നീങ്ങി. വിങ്ങുന്ന മനസ്സ് മുഖത്ത് നിറയിച്ച് ആ അച്ഛൻ സ്വന്തം നാട്ടിലേക്ക് പോയി. രാവിലെ 7:55 തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് റഹീം എത്തിയത്. അബ്ദുൾ റഹീം DK മുരളി MLA ഓഫീസിലേക്കാണ് ആദ്യം ചെന്നത്. ഇവിടെ നിന്ന് പള്ളിയിലേക്ക്, അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റാത്ത തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്കാണ് ആ യാത്ര. അതിനുശേഷം ആശുപത്രിയിലേക്ക് പോയി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയും കണ്ടു. ഇനിയും ദുരന്തം ഷെമി അറിഞ്ഞിട്ടില്ല. ഭർത്താവ് എത്തുമ്പോൾ ഷെമി എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. ഇളയ മകൻ്റെ മരണം ആ അമ്മ എങ്ങനെ താങ്ങുമെന്ന ചോദ്യവും സജീവം. വേദന താളം കെട്ടിയ മുഖവുമായിട്ടായിരുന്നു റഹീമിൻ്റെ മടക്കം. 2 മക്കളിൽ ഒരാൾ ഇന്ന് ജീവനോടെ ഇല്ല, മറ്റൊരാൾ കൂട്ടക്കൊലക്കേസിൽ അറസ്റ്റിൽ. പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ ആശുപത്രി കിടക്കയിൽ. ഉമ്മയും പ്രിയപ്പെട്ട സഹോദരനും സഹോദരൻ്റെ ഭാര്യയും കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച 12:15 ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു അബ്ദുൾ റഹീം. പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി. കടക്കാരിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് അബ്ദുൾ റഹീം ദമാമിലേക്ക് വണ്ടി കയറിയത്. പ്രവാസികളുടെ സഹായത്തോടെ സൗദിയിലെ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കിയാണ് അബ്ദുൾ റഹീം മടങ്ങി വരുന്നത്. ഇളയ മകൻ്റെ മരണമാണ് ഏറെ സങ്കടകരം. അവൻ്റെ ഫോട്ടോ നോക്കിയിരുന്ന് വിതുമ്പുന്ന കാഴ്ച കാണാൻ കഴിയുന്നതല്ലെന്ന് സൗദിയിലെ സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു. യാത്രാരേഖകൾ ശരിയായതോടെയാണ് അബ്ദുൾ റഹീം ദമാമിൽ നിന്ന് യാത്ര തിരിച്ചത്.